മറ്റു മുന്നണികളെല്ലാം ഡീലിനെ ചർച്ച ചെയ്യുകയാണ്. വെൽഫെയർ പാർട്ടിയെക്കുറിച്ചും SDPI-യെക്കുറിച്ചും. അതല്ല നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യം. ഇവിടുത്തെ സാധാരണക്കാർക്ക് ജനങ്ങൾ നമ്മുടെ ഒരു 15 വർഷം കൊണ്ട് ഒരു വൃത്തസദനമായിത്തീരും കേരളം. അത് മാറ്റം വരെ നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് എതിരല്ല, ഞങ്ങൾ മതപരമായിട്ടൊന്നുമില്ല. ഞങ്ങളുടെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും എതിരല്ല. ഞങ്ങൾ വെക്കുന്ന ആശയങ്ങൾ ആരാണോ നടപ്പിലാക്കുന്നത് അവരുടെ കൂടെ ഞങ്ങളുണ്ടാവും. ആം ആദ്മി പാർട്ടി ഞങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം തന്നിട്ടുണ്ട്. ആരെയും കൊള്ളുവും വേണ്ട, തള്ളുവും വേണ്ട. നമസ്കാരം. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീ PV ജോസഫ് മാഷാണ് ഇപ്പോൾ ഏജനറ്റിനോടൊപ്പമുള്ളത്. ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പുമായി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ജോസഫ് മാഷ് വിശദീകരിക്കുകയാണ്. നമസ്കാരം മാഷെ. നമസ്കാരം സർ. ഇരിക്കൂറിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജോസഫ് മാഷും ആം ആദ്മി പാർട്ടിയും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്താണ്? അത് സംബന്ധിച്ച ഒരു പ്രചരണത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ഞങ്ങൾ ഇരിക്കൂർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് ഞങ്ങൾ കേരളത്തിൽ മൊത്തത്തിൽ, ഇന്ത്യയിൽ മൊത്തത്തിൽ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ നടപ്പിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളിപ്പം 80ഓളം സീറ്റിലാണ് കേരളത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത്. അപ്പം അതിൽ ഓരോ നിയോജകമണ്ഡലത്തിലും മൊത്തത്തിൽ കോമൺ ആയിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്ന എന്തെല്ലാം നടപ്പിലാക്കുന്ന ആവശ്യങ്ങൾ: 10,000 രൂപ 60 വയസ്സ് കഴിഞ്ഞവർക്ക്, പിന്നെ 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യം, 20,000 ലിറ്റർ വെള്ള സൗജന്യം. അതൊക്കെ ഡൽഹി പ്രായോഗികമാക്കിയതാണ്. പഞ്ചാബിൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമുക്ക് അഴിമതിയില്ല, ഇതെല്ലാം നടപ്പിലാക്കാം. അതോടുകൂടി തന്നെ ഓരോ പ്രദേശത്തിൻ്റെയും ആ പ്രാധാന്യം കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കൂർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 45 വർഷമായി ഒരു പ്രത്യേക മുന്നണിയാണ് ഭരണം നടത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും എതിരല്ല. ഞങ്ങൾ വെക്കുന്ന ആശയങ്ങൾ ആരാണോ നടപ്പിലാക്കുന്നത് അവരുടെ കൂടെ ഞങ്ങളുണ്ടാവും. അത്ര ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ ഒരു മുന്നണിയെ താറടിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ ഒരു വ്യക്തിഗതത്തേക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇരിക്കൂർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 45 വർഷം ഞാൻ പറഞ്ഞ ഒരു മുന്നണി ഭരിക്കുമ്പോൾ ഗവൺമെൻറ് ഏതായാലും അദ്ദേഹത്തിന് കുറേ ആനുകൂല്യങ്ങളും അദ്ദേഹത്തിൻ്റെതായ കുറേ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ 45 വർഷത്തെ ഭരണം ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ വികസന കാര്യത്തിൽ വളരെ പിന്നോക്കമാണ്. ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പല സുഹൃത്തുക്കളും വിളിച്ച് ഇപ്പം നമ്മുടെ ഒരു എക്കോ ടൂറിസത്തിനും അതുപോലെ സാഹസിക ടൂറിസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇരിക്കൂർ നിയോജകമണ്ഡലം. പാലക്കയം-തട്ട്, പൈതൽമല, കാഞ്ഞിരക്കുല്ലി, കാലാങ്കി, പിന്നെ നമ്മുടെ മറ്റു കുറേ പ്രദേശങ്ങളുണ്ട്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിക്കോട്ടെ. ഇവിടെ എൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ടൗൺ ഏരിയ താമസിക്കുന്ന മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരും ഒക്കെ ഇവിടെ വന്ന് ഈ സാഹസികമായ ടൂറിസ്റ്റ് അവിടെ ആ കാലാങ്കി കാഞ്ഞിരക്കുല്ലിയൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് സമയം, ഇപ്പോൾ സാർ ചെന്നാൽ തന്നെ ഉച്ച സമയത്താണ്, നല്ല തണുപ്പാണ്. അതിൻ്റെ പീക്കിലൊക്കെ ചെറിയ ചെറിയ ഹഡുകൾ പണിത് ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന സാഹചര്യം. പക്ഷേ പാലക്കയം-തട്ട് ഞങ്ങൾ പോയതാണ്. പാലക്കയം-തട്ട്, പൈതൽമല, അത് കാഞ്ഞിരക്കുല്ലി ഒരു റോഡില്ല. അവിടെ 4 വീൽ ടയറുള്ള ലോറി, വണ്ടി, ജീപ്പ് വരെ കയറിയാലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത്രയും കാലം ഒരു MLA ഉണ്ടായിട്ട് ഒരു പ്രത്യേക മുന്നണിയായപ്പോൾ മാറി വന്നെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെതായ മാറ്റം വരും. അതില്ലാതെ നിന്നിട്ട് തന്നെ അവർ യാതൊരു ശ്രദ്ധയും കൊടുത്തില്ല. അതിന് പ്രധാനമായിട്ട് ഞങ്ങൾ കാണുന്നത് എന്തായാലും ഞങ്ങൾ എന്ത് പ്രവർത്തിച്ചാൽ ഞങ്ങൾക്കൊരു പ്രത്യേക സ്വാധീനം ഇവിടെ ഉള്ളത് കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ള ഒരു ചിന്താഗതി അവർ വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വരണം. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് മാറ്റത്തിനൊരു വോട്ടാന്ന് പറയുന്നത്. തീർച്ചയായും ഈ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് മുന്നണികളുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഏതൊക്കെ മുന്നണികളാണ് തെരഞ്ഞെടുപ്പ് പ്രധാനമായും ബലാബലത്തോടുകൂടി മത്സരിക്കുന്നതെന്ന് നമുക്കറിയാൻ വേണ്ടി കഴിയും. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ പഞ്ചാബിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഒക്കെ ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ആ നിലയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ എത്രമാത്രം ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ കേന്ദ്രമായി നിൽക്കുന്ന ഒരു കേരളത്തിൽ എങ്ങനെ അതിൽ നിന്ന് വ്യത്യസ്തമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അപ്പം ഞങ്ങൾ മുന്നണി രാഷ്ട്രീയത്തിൽ നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഏതെങ്കിലും ഒരു മുന്നണി, ഇപ്പം നമ്മൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ NDA 3 മുന്നണിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ ആ മുന്നണിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്തെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റ് ചെയ്താൽ അവരുടെ പ്രവർത്തനം ഒരു അഴിമതി നിറഞ്ഞതാണെങ്കിൽ അവിടെ മറ്റേതെങ്കിലും രീതി ആയിക്കോട്ടെ, X or Y, അപ്പം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവരെ പിന്താങ്ങാനുള്ളൊരവസ്ഥ വരുന്നു. അവർ നിഷ്കളങ്കരായിരിക്കും, സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമകളായിരിക്കും. പക്ഷേ ആ മുന്നണി സംവിധാനത്തിൽ അവർ ചെയ്യുന്ന ആ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരവസ്ഥ. അത് നമുക്ക് പലതും അറിയാം. നമ്മൾ പേരെടുത്ത് പറയുന്നില്ല. ചില രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റുള്ളവർ തള്ളി പറയുമ്പോഴും പിന്നെ അവരെ കൊള്ളാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ഡൽഹിയിലും പഞ്ചാബിലും നമ്മുടെ നേതാവ്, അതായത് അരവിന്ദ് കെജ്രിവാളും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ പറയുന്നത് ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് എന്താണ്
നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ പറ്റും. അതേപോലെ നമ്മൾ മുന്നണിയാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ചെയ്യുന്ന ആ തെറ്റിൽ കൂട്ടിക്കുക. അതാണ് ഡൽഹിയും പഞ്ചാബും ഞങ്ങൾ വേണ്ടത്. അത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയിൽ ഒരു ഭാഗമായിരുന്നു. അതോടുകൂടി പാഠം പഠിച്ചു. അപ്പം നമ്മുടെ കേജ്രിവാൾ പറഞ്ഞ അതാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യ മുന്നണിയിൽ നിന്ന് അങ്ങനെ പോകാൻ എന്താണ് ആം ആദ്മി പാർട്ടി? ഇന്ത്യ മുന്നണിയിൽ പോകാൻ ഞങ്ങളുടെ നേതാവ് ഞങ്ങൾക്ക് സർക്കുലർ എന്നത് അത് പോകാനുള്ള കാരണം, അതിൽ നിൽക്കുമ്പം അതിലുള്ള പല പ്രസ്ഥാനങ്ങൾ അഴിമതിയോ ഈ കറപ്ഷൻ്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് കൂടെ നിൽക്കുന്നു. ഇപ്പം നമ്മളൊരു ഇലക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് കൂടെ നിൽക്കുമ്പോൾ അവരോട് പിന്താങ്ങുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം. അപ്പോൾ അതിന് പറ്റിയല്ല. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കി നമുക്ക് വെൽഫെയർ, ഞങ്ങളുടെ പ്രധാന വെൽഫെയർ പൊളിറ്റിക്സാണ്, ഒരു ക്ഷേമരാഷ്ട്രമാണ്. ആ ക്ഷേമരാഷ്ട്രം ജനങ്ങൾ അത് അംഗീകരിച്ചാൽ, കാരണം 2010 നമുക്ക് 12 വന്ന പാർട്ടി 3 പ്രാവശ്യം ഡൽഹിയിൽ അധികാരത്തിൽ വന്നു. അത് പെട്ടെന്നൊരു ചേഞ്ചല്ല. ഞങ്ങളുടെ നേതാവ് IRS ഇന്ത്യൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഏതോ ഇഷ്ടംപോലെ പണം സമ്പാദിക്കാവുന്ന അദ്ദേഹം അത് ചെയ്യാതെ 2 വർഷം മദർ തെരേസയുടെ ഹോമിൽ വർക്ക് ചെയ്തു. 10 വർഷം ചേരി പ്രദേശത്ത് വന്ന് സാധാരണ ജനങ്ങളുടെ അവസ്ഥ ഉണ്ട്. അതാണ് നമ്മുടെ പാർട്ടിയുടെ പേര്, ആം ആദ്മി, സാധാരണക്കാരൻ്റെ പാർട്ടി. അപ്പോൾ അത് കണ്ടോടുകൂടി ശരിക്കും പ്രവർത്തിക്കുകയാണ്. മുന്നണി രാഷ്ട്രീയം വേണ്ട, സംശുദ്ധ മരണം കാഴ്ചവെച്ചുകൊണ്ട് ആര് നമ്മുടെ കൂടെ വരും എന്നുള്ള. ഇപ്പം ഞങ്ങളൊരു സർവേ നടത്തി ഡൽഹി സർവേ നടത്തിയപ്പോൾ അത് 75% പേരും ഇനി ഒരു ഇലക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നുള്ള അവസ്ഥയാണ്. അതാണ് ഞങ്ങൾ മുന്നണി രാഷ്ട്രീയം. നിലവിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പണം ചെലവാക്കിക്കൊണ്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും സ്ഥാനാർത്ഥികളും ഒക്കെ. അതിന് പരിധിയുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പരിധിക്കകത്ത് നിന്നുകൊണ്ടാണെങ്കിൽ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പ്രചരണ പ്രവർത്തനങ്ങളെ സംഘടിപ്പിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് സാധാരണക്കാരുടെ അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആളുകളുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ, ഒരു രംഗത്തേക്ക് വരുമ്പോൾ ദൈനംദിന പ്രവർത്തനത്തിന് പണം ആവശ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ സാമ്പത്തികമായ ഒരു വശം ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് നിർവഹിക്കുന്നത്? അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാർ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 40 ലക്ഷത്തോളമാണ് പറയുന്നത്. അപ്പം ഓരോ രാഷ്ട്രീയ പാർട്ടി നമുക്ക് തന്നെ അറിയാം, 3000-4000 ഫ്ലക്സ് ബോർഡ് ഒന്നിച്ച് ബൾക്കായിട്ട് എടുക്കുക. ഒരു ഫ്ലക്സ് ബോർഡ് ഈ ചെറിയ ഒരെണ്ണത്തിന് 600-900 രൂപയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞതിൻ്റെ 10 ഇരട്ടിക്ക് മുകളിലാണ് പോകുന്നത്. അപ്പോൾ ഈ കോടിക്കണക്കിന് പൈസ ഒരു സ്ഥാനാർത്ഥി ചിലവഴിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും എനിക്ക് റിട്ടേൺ തിരിച്ചു പിടിക്കാം. അപ്പോൾ തിരിച്ചു പിടിക്കുമ്പോൾ ചിലപ്പോൾ വല്ല കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്, ക്വാറി മുതലാളിമാർ, ഞാൻ ക്വാറി മുതലാളി കുറ്റം പറയുന്നില്ല, ക്വാറി മുതലാളിമാർ മറ്റ് തെറ്റായ രീതിയിലൂടെ പണം സമ്പാദിക്കുന്നവരിൽ നിന്നൊക്കെ പണം ഈടാക്കും. അപ്പോൾ ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ചോദ്യം ചെയ്യാൻ പറ്റാണ്ടാവും. ഈ ഭരിക്കുന്നവർക്ക് ചോദ്യം ചെയ്യാം. കാരണം ഒരു MLA ആണെങ്കിലും ഒരു MP ആണെങ്കിലും മന്ത്രി ആണെങ്കിലും ചോദ്യം, ഞാൻ നിനക്ക് ഇലക്ഷന് വേണ്ടി ഇത്ര പണം തന്നില്ലേ, നിങ്ങൾക്ക് ഇത്ര പണം തന്നെ ചോദ്യം. അപ്പം നമുക്ക് എന്താ, അവരുടെ വിധേയനായി വർക്കേണ്ടി വരും. അവരുടെ വിധേയനായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഞങ്ങളുടെ ഇത് തന്നെ മോട്ടോ തന്നെ, ഒരാളോടും പൈസ ഞങ്ങൾക്ക്, അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രത്യേക ഒറ്റ അക്കൗണ്ട്, ഇന്ത്യ ഒട്ടാകെ ഒറ്റ അക്കൗണ്ടാണ്. അപ്പോൾ സാർ ഒരു 500 രൂപ ഞങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇലക്ഷൻ പ്രചരണം തരുന്നത്, അത് ഞങ്ങളുടെ ഒരു QR കോഡ് അതിലേക്ക് ഇടുക, അത് ഡൽഹി പോവും, അവിടെ നേഷണൽ അക്കൗണ്ടിൽ നമുക്ക് തരും. അപ്പോൾ ഒട്ടും വ്യക്തിപരമായി ഞങ്ങൾക്ക് ഒരു വ്യക്തിയോട് പൈസ, തികച്ചും സുതാര്യമായിട്ട് പൂർണ്ണമായിട്ട് സുതാര്യമായിരിക്കും. ഫണ്ടിന്റെ സുതാര്യമായിരിക്കും. ആ നിലയിൽ ജനങ്ങൾ നല്ല നിലയിൽ സഹായിക്കുന്നുണ്ടോ? ഞങ്ങൾ ജനങ്ങളോട് ഇതുവരെ ഞങ്ങളുടെ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുവരെ ഞങ്ങൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മെമ്പർമാരുണ്ട്. പിരിക്കൂർ നിയോജകമണ്ഡലത്തിൽ തന്നെ ഞങ്ങളുടെ വളണ്ടിയേഴ്സ് ആയിട്ട് 910 പേരാണ് ഉള്ളത്. പിന്നെ സ്വാധീനമുള്ള കുറേ പേരുണ്ട്. അപ്പോൾ നമ്മളോട് ആഗ്രഹിക്കുന്ന ഈ പാർട്ടി നിലയിൽ വരണമെന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും, ഞങ്ങളുടെ മെമ്പർമാർ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടും. പിന്നെ അവർ സ്പോൺസറാണ്, കുറേ പേര് നോട്ടീസ് സ്പോൺസർ ചെയ്യും, കുറേ ബാനറുകൾ സ്പോൺസർ ചെയ്യും. ഞങ്ങൾ പൈസ മേടിക്കാൻ പാടില്ല, അതാണ് ഞങ്ങളുടെ കൈ പൈസ മേടിക്കുക. അപ്പോൾ അവർ സ്പോൺസർ ചെയ്യുന്ന ആ പൈസ കൊണ്ട് ഞങ്ങൾ മേടിക്കും. പിന്നെ ഞങ്ങളോട് പറയാൻ ഡോർ ടു ഡോർ ക്യാമ്പയിൻ, പരമാവധി ഫണ്ട് കുറച്ച്. ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ പുതുപ്പള്ളി ചാണ്ടി. അദ്ദേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കേരളത്തിൽ ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ ഏറ്റവും കുറവ് പൈസ ചിലവ് പ്രചരണത്തിൽ നടത്തുന്ന ചാണ്ടി ഉമ്മനായിരിക്കും. അദ്ദേഹം തന്നെയാണ് ആൾക്കാരെ ഡോർ ടു ഡോർ ക്യാമ്പയിനാണ്. അപ്പം നമുക്ക് ആ രീതിയിലുള്ള പ്രവർത്തനമാണ്. അതിൽ നിന്ന് ജനങ്ങളുടെ സന്ദേശങ്ങൾ അറിഞ്ഞ് ഈ പാർട്ടിയെക്കുറിച്ച് അറിഞ്ഞ് ഞങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളത് ഇന്നലെ നാളെ ഒരു പെട്ടെന്നൊരു ഗ്രാജുവലി ഒരു മാറ്റമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 80 സീറ്റിലാണെന്നോ ഏകദേശം 80 ആണ് ആം ആദ്മി പാർട്ടി കേരളത്തിൽ മത്സരിക്കുന്നത്. അതിൽ ഒരു സ്ഥാനാർത്ഥി ട്രാൻസ്ഫോമൻ എന്ന ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ വയനാട് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ. ഈ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ബലാബലം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന വാർത്തകളിൽ നിറയുന്ന ജാതി സംഘടനകളുടെ, അതുപോലെ മത സംഘടനകളുടെ, മതസ്ഥാപനങ്ങളുടെ ആ നിലയിലുള്ള ഒരു സ്വാധീനം, അവർക്ക് വേണ്ടിയിട്ടുള്ള
ഒരു പിടിവലി ഒക്കെ നടക്കുന്ന ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. ആം ആദ്മി പാർട്ടി ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആ ഒരു സമീപനം? ആം ആദ്മി പാർട്ടി പിന്നെ ഞങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം തന്നിട്ടുണ്ട്. ആരെയും കൊള്ളുവും വേണ്ട, തള്ളുവും വേണ്ട. ഞങ്ങളുടെ സ്റ്റേറ്റ് ലീഡർ അഡ്വക്കേറ്റ് വിനോദ് മാധവ് ഹൈക്കോടതിയിലെ വക്കീലാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം തന്നിരിക്കുന്ന സന്ദേശങ്ങൾക്ക് ഈ ഇലക്ഷന് വേണ്ടി പറഞ്ഞ ഒരു മതത്തെയും നമ്മൾ അവരുടെ പേരെടുത്തോ ഏത് വാക്കാലോ പ്രവർത്തിയാലോ അവർക്ക് തെറ്റായി സന്ദേശം കൊടുക്കാൻ പാടില്ല പ്രതിനിധികൾക്ക്. അതുപോലെ തന്നെ ആരെയും അമിതമായി നമ്മൾ പോയി ആശ്രയിക്കേണ്ട. അവരോട് നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ആശയങ്ങൾ എല്ലാ പള്ളികളിലോ മഠങ്ങളിലോ എവിടെയൊക്കെയാണെങ്കിലും നമ്മൾ പറയാം മറ്റുള്ളവരോട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഒരു രാഷ്ട്രീയ മുന്നണികൾ വേണ്ടത്? പൊളിറ്റിക്കൽ പോളറൈസേഷനാണ്, രാഷ്ട്രീയ ധ്രുവീകരണമാണ്. മറിച്ച് നമുക്ക് എന്താണ് കമ്മ്യൂണൽ പോളറൈസേഷനാണ്. നമുക്ക് എവിടെ നോക്കിയാൽ കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ അത് ജനങ്ങളുടെ ഒരു വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്ന് വോട്ട് നേടാനാണ്. ഇപ്പം നമുക്കറിയാം ഈ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറയാതെ മറ്റു മുന്നണികളെല്ലാം ഡീലിനെ ചർച്ച ചെയ്യുകയാണ്. വെൽഫെയർ പാർട്ടിയെക്കുറിച്ചും SDPI-യെക്കുറിച്ചും. അതല്ല നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യം. ഇവിടുത്തെ സാധാരണക്കാർക്ക് ജനങ്ങൾ നമ്മുടെ 15 വർഷം കൊണ്ട് ഒരു വൃത്തസദനമായിത്തീരും കേരളം. അത് മാറ്റം വരെ നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ പിന്നെ ഇതിലെല്ലാം ഉണ്ട്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യും? 60 വയസ്സ് കഴിഞ്ഞവർക്ക് അല്ലെ കുട്ടികൾ പോകാണ്ട്. ഇപ്പം പഞ്ചാബിൽ ചെറുപ്പക്കാർ പോകുന്നില്ല. പഞ്ചാബ് മറ്റ് നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കുറവ് മൈഗ്രേറ്റ് ചെയ്യുന്ന പഞ്ചാബിലെ കുട്ടികളെ കുറവ്. കാരണം എന്താ വെച്ചാൽ അവിടെ തന്നെ ഗവൺമെൻറ് ഒരു പ്രൊഫഷണൽ കോഴ്സുകൾ അവർക്ക് പഠിച്ചു വരുമ്പോൾ തന്നെ അത് ഇന്ന സെക്ടറിനില്ല, അഗ്രികൾച്ചർ സെക്ടറാകാം, ഇൻഫ്രാസ്ട്രക്ചർ മറ്റേ ഇൻഡസ്ട്രിയൽ സെക്ടറാകാം, അവരുടെ ആ എബിലിറ്റി നോക്കിയിട്ടുള്ള സേവനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് എതിരല്ല. ഞങ്ങൾ മതപരമായിട്ടൊന്നുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ സാർ നോക്കിയാൽ ഇപ്പം ട്രാൻസ്ഫോം സാർ പറഞ്ഞു വയനാട് പ്രകൃതി എന്ന് പറഞ്ഞൊരു സ്ത്രീ, പിന്നെ ഒരു സ്ത്രീ ട്രാൻസ്ജെൻഡർ വുമനാണ്. പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി മിക്സഡാണ്. അത് ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്, മുസ്ലിമുണ്ട്. അവിടെ ഒരു പ്രദേശത്തിൽ വെച്ചിട്ടല്ല ഞങ്ങൾ ആളെ വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മറ്റു മുന്നണിയൊക്കെ സാർ നോക്കി അറിയാം. പിന്നെ അവിടെ ഏതാണോ ഏത് കമ്മ്യൂണിറ്റിയാണോ മെജോറിറ്റി അതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ഇല്ലതാണ്. അതാണ് ഞങ്ങൾ ഈ ഇരിക്കൂറിലെ ഇതുവരെയുള്ള ഒരു പ്രചരണം ഏത് നിലയിലെത്തി? പരമാവധി ആളുകളെ കാണാനുള്ള ഒരു ശ്രമം എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു പ്രചരണത്തിന്റെ ഒരു ദിവസത്തെ തുടക്കവും അതിന്റെ ഒരു ഒടുക്കവും എങ്ങനെയാണ്? ഒരു ദിവസം ഞങ്ങൾ രാവിലെ ഏകദേശം 9 മണിക്ക് ഇറങ്ങുന്നുണ്ട്. 9 മണിക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റ വാഹനമാണ് ഇപ്പം പ്രചരണത്തിലുള്ള. ഇനി 2-ാം തീയതി തൊട്ട് ഒരു വാഹനം കൂടെ വരാൻ മറ്റന്നാൾ തൊട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വാഹന പ്രചരണ വാഹനം മൊത്തം ഏകദേശം ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ എല്ലാ പ്രദേശം, കാരണം ഞങ്ങൾ കഴിഞ്ഞ 28 തൊട്ട് കറങ്ങാൻ തുടങ്ങിയതാണ്, എത്തിയിട്ടുണ്ട്. അതുകഴിഞ്ഞ് ഞങ്ങൾ ഒരു 10-15 സ്ക്വാഡായിട്ട് ഒരു 15 സ്ക്വാഡുണ്ട്. അതിലെല്ലായിടത്തും നമുക്ക് പോകാൻ പറ്റില്ല. ആലക്കോട്, കുടിയാമലെല്ലാം എല്ലായിടത്തും നേരിട്ട് കയറുവാണ്. എല്ലാ കടകളിലും കയറി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മണിക്കടവ്, വട്ടാന്തോട്, പേരട്ട, ഉളിക്കല്ല്, തുട്ടിൽപ്പാലം, ഇങ്ങനെ കുറച്ച് പ്രദേശങ്ങൾ, ഒരു ചെറിയ മൈനോറിറ്റി പ്രദേശം, ബാക്കി എല്ലായിടത്തും ഞങ്ങൾ കയറി ഇറങ്ങി. അപ്പോൾ ജനങ്ങളിൽ നല്ല പ്രതികരണമുള്ളത്. എല്ലാവർക്കും ഒരു മാറ്റം വേണമെന്ന് ആവശ്യമുണ്ട്. ഈ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ എങ്ങനെ മാറ്റം വരുമെന്നുള്ള ഒരു ചിന്താഗതിയിലാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു തലേദിവസം തന്നെ ഒരു ചാർട്ട് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷാജി തെക്കേമുറിയാണ്. അദ്ദേഹം പിന്നെ ഞങ്ങളുടെ ഇലക്ഷൻ്റെ കൺവീനർ ഇരിക്കൂർ നിയോജകമണ്ഡലം തോമസ് കുര്യൻ മുൻ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹവും ഞാനും ഇതും പിന്നെ എൻ്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ഇവർ 5 പേരും കൂടെ വൈകുന്നേരം ഒരു 9 മണി 8 മണിയാകുമ്പോൾ ഞങ്ങൾ പ്രചരണം ചെയ്ത് അവസാനിക്കും. ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ നേരം അന്നത്തെ അവലോകനം. അപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് നിന്ന് പോയി നമ്മൾ തെറ്റായ ആരെങ്കിലും നമ്മളോട് ഒരു മോശമായ, പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, സാറേ ഇതുവരെ ഞങ്ങൾ പോയെടുത്ത് ഒരു വോട്ട് ചെയ്യുകയില്ല, രണ്ടാമത്തെ കാര്യം നിങ്ങൾ വോട്ട് തരികയല്ലെന്നോ, അങ്ങനെ ഒരു നെഗറ്റീവ് നിങ്ങൾ ഭരണം എന്നാണ് നമ്മൾ വോട്ട് ചെയ്യുന്നില്ല. അതെ. പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കൂർ ഒരു ജില്ലാ പഞ്ചായത്തോട് ഇന്ന് സ്ഥാനാർത്ഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ നിന്നിട്ട് ഞങ്ങൾക്ക് പ്രചരണത്തിന് വളരെ പിന്നെ ആളും അർത്ഥമൊക്കെ തീരെ കുറയും. എന്നിട്ട് തന്നെ 2000 വോട്ട് ജില്ലാ പഞ്ചായത്തിനകത്ത്. അപ്പം ജനങ്ങൾക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെങ്ങനെ മാറുന്ന, പക്ഷേ ചിലർ പരമ്പരാഗതമായിട്ട് ഒരു പ്രസ്ഥാനത്ത് വിശ്വസിച്ചു പോകുന്നുള്ള ഒരു പ്രശ്നമാണ് വരുന്നത്. ഈ ഒറ്റ കാര്യം കൂടി, ആം ആദ്മി പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് 2020. അതെ, അവരിപ്പോ BJP NDA മുന്നണിയിലാണ്. അതേക്കുറിച്ച് ഇപ്പോ കഴിഞ്ഞ ഒരു അനുഭവത്തെ കുറിച്ച് ഇപ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയ സമീപനത്തെ കുറിച്ച് എന്താ അഭിപ്രായം? ഞങ്ങൾ പലപ്പോഴും 2020 അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. ഞങ്ങളുടെ പിന്നെ ദേശീയ കൺവീനർ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സെരീക് ജോർജ് IAS ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ പ്രസിഡന്റ്. അപ്പോൾ ഇവര് പല കാര്യങ്ങളും ഇവരുടെ നമ്മൾ നയങ്ങളോട് യോജിക്കാൻ, അവരും ആദ്യം വെൽഫെയർ പാർട്ടി ആയിരുന്നു, ഒരു വെൽഫെയർ അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ വെൽഫെയർ ആണ് അടിസ്ഥാനമായിട്ട് ഞങ്ങൾ പോയി. പക്ഷേ ഇപ്പം ചിലർ പല ആവശ്യം ഞങ്ങളത് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിന് എന്തൊക്കെയോ പിന്നെ ഇൻകം ടാക്സോ ED മറ്റ് ഡിപ്പാർട്ട്മെന്റൊക്കെ പലതരത്തിലുള്ള പ്രശ്നം അതുകൊണ്ട് മാറി. പക്ഷെ ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. മറ്റുള്ളവരൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന്, കാരണം ഇടതുപക്ഷം വലതുപക്ഷം പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അദ്ദേഹത്തിനെതിരാണ്. അപ്പം പിടിച്ചു നിൽക്കാൻ BJP തന്നെ നമുക്കറിയാം ലോക്കൽ ഒരിക്കലും എതിരാണ്. അപ്പോൾ നമുക്കൊരു അത്രയും വലിയൊരു വ്യവസായമാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പോകുന്നത്. പക്ഷേ ഞാൻ ആദ്യം ഒന്നുകൂടെ പറയും, അടിവരായിട്ട് ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ അദ്ദേഹം ഈ ഒരു നിലനിൽപ്പ് രാഷ്ട്രീയത്തിനോട് പോയതാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പില്ല. തീർച്ചയായും. അപ്പോൾ ഇരിക്കൂറിലെ ഈ ഒരു പോരാട്ടം എല്ലാ അർത്ഥത്തിലും അങ്ങക്ക് അതുപോലെ അങ്ങയുടെ പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നതാകട്ടെ, വോട്ടുകൾ നല്ല നിലയിൽ നേടാനാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സാറേ. ഓക്കെ, താങ്ക് യു. ശരി.